ഹായ്, വെൽക്കം ടു വിഷ്ണുസ് വ്ലോഗ്സ്. ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. പിന്നെ അതുമല്ല, കയ്യിലിരുന്ന് ബോട്ടിലൊക്കെ തീർന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ലിക്കർ സ്റ്റോറിൽ പോയൊരു ബോട്ടിലും എടുക്കാം, പിന്നൊരു ചെറിയ പർച്ചേസും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നന്നായി വന്നിരിക്കുകയാണ്. വിൻ്ററൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്പ്രിങ് തുടങ്ങി, പിന്നെ സമ്മറൊക്കെ വരും. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 1-3 ഡിഗ്രിയൊക്കെയാണ്. അതുകൊണ്ട് വലിയ തണുപ്പില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പോകാൻ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. അതുപോലെ ഒരു ചെറിയ കുറ്റിയിലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ബസ്സുണ്ട്, ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ബസ്സുണ്ട്. പക്ഷെ വേണ്ട, നമുക്ക് നടന്നു പോകാം. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് പതുക്കെ പോകാം. നല്ല മഞ്ഞൊക്കെ ഉണ്ട് സൈഡിൽ, അതൊക്കെ കണ്ട് അതൊക്കെ കുറേ ആയി. എപ്പോഴും ഈ വിൻ്ററായിട്ട് അങ്ങനെ പുറത്തിറങ്ങി നടക്കൊക്കെ ഇവിടെ വളരെ കുറവാണ്. ഇനി എപ്പോഴേക്കും നടക്കാൻ പറ്റുന്നു. BMW ഒരു കാറാണെന്ന് തോന്നുന്നു. അതേ BMW ഒരു കാർ കിടപ്പുണ്ട്. 2 സീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് പഴയ മോഡലാണ്. എനിക്കിത് വണ്ടി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അറിയാവുന്നവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അത് കൊള്ളാം. മഞ്ഞൊക്കെ മൂടി കിടക്കുകയാണ് കേട്ടോ വണ്ടി. 2 സീറ്റർ ആണെന്ന് തോന്നുന്നു. ടോപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് നടക്കാം. തണുപ്പ് കാറ്റടിക്കുന്നത് കൊണ്ട് കൈയൊക്കെ നല്ലപോലെ തണുക്കുന്നുണ്ട് കേട്ടോ. മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് കൈയൊക്കെ നല്ലപോലെ തണുക്കുന്നു. ഓക്കെ, ഇനി ഇതാ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻ. അതൊന്നുമില്ല, നമ്മുടെ പെട്രോൾ പമ്പ് നാട്ടിലെ. ഇവിടെ പിന്നെ ഈ ഗ്യാസ് സ്റ്റേഷൻ്റെ കൂടെ ഒരു ചെറിയ ഒരു ഷോപ്പ് കാണും. അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളമാണെങ്കിലും പെപ്സിയും ഡ്രിങ്ക്സ്, സ്നാക്സ്, അങ്ങനെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും കുടിക്കാനും അത്യാവശ്യം ചെറിയ പർച്ചേസുകളൊക്കെ നടത്താൻ പറ്റുന്നത്. അതായത് നമ്മൾ യാത്ര ചെയ്തൊക്കെ പോണവർക്കൊന്നും എന്തെങ്കിലും അത്യാവശ്യത്തിന് മേടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, കാണുന്നതാണ്. പിന്നെ ഇവിടുത്തെ പെട്രോൾ പമ്പെല്ലാം തന്നെ സെൽഫായിട്ട് നമ്മൾ പെട്രോൾ നിറച്ചോണം, കാശ് പേ ചെയ്തിട്ട് പോകണം കേട്ടോ. ആ ഒരു സെറ്റപ്പാണ് ഇവിടേക്ക്. ആരും നമുക്ക് പെട്രോളൊന്നും അടിച്ചു തരാനൊന്നും ആരുമില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നാൽ നമ്മുടെ ഡെസ്റ്റിനേഷനെത്തും. ഇവിടുന്ന് ദൂരെ കാണുന്ന സ്ഥലമാണ്. നമ്മൾ കുറച്ച് ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് താഴേക്കാണ് പോകാനുള്ളത്. അങ്ങാണ് അവിടെ നമുക്ക് പോകാനുള്ളത്. നമുക്ക് അങ്ങോട്ട് നടക്കാം. തണുപ്പ് അല്പം കൂടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 ഡിഗ്രിയൊക്കെ ആയി എന്ന് തോന്നുന്നു. കാറ്റടിക്കുന്നതുകൊണ്ടാണ് വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ ദൂരെ കാണുന്നതാണ്. ഞാൻ കണ്ടു, ആ ബോർഡ് കണ്ടോ, ലിക്കർ സ്റ്റോർ. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. കുറച്ച് നടന്നങ്ങോട്ട് പോവാം. ഇതാ കണ്ട ലിക്കർ സ്റ്റോർ, വലിയ ബോർഡൊക്കെ കണ്ടല്ലേ. ഇവിടുത്തെ ടൈമിങ്ങൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അവരൊക്കെ നല്ല സ്പീഡിന് പോകും കേട്ടോ. നമുക്കിനി പോയി സെലക്ട് ചെയ്തൊക്കെ എടുക്കണം. അവരൊക്കെ പിന്നെ ഏത് സാധനം വേണമെന്ന് ഓടി വരുന്നു, സാധനം എടുക്കുന്നു, അവർ പോകുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറി ഞാൻ കുറച്ച് വീഡിയോസിൻ്റെ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ബോട്ടിലുകൾ. ഇവിടെ കണ്ട് നമുക്ക് ഏതെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചിട്ട് വന്നില്ലെങ്കിൽ ഇത് നോക്കി നിന്ന് ഒരുപാട് സമയം പോവും. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് പോകാം. ഇത് കഴിഞ്ഞൊരു ചെറിയ പർച്ചേസ് കൂടിയുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ ലിക്കർ സ്റ്റോറിൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ എടുത്തോട്ടോ. അവിടുന്ന് ടച്ചിങ്സിന് എന്തെങ്കിലും മേടിച്ചിട്ട് പോവാം. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. ഇതായി കാണുന്നുണ്ട്, കക്ക ആണ് ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ
ഞണ്ടാണ്, ഞണ്ടിൻ്റെ ഫ്ലഷ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. തട്ടി പൊട്ടിക്കൊന്നും വേണ്ട, കൊണ്ടുപോയി അങ്ങനെ തന്നെ നമ്മളത് കറിയാക്കി എടുത്താൽ. അതാ ഇവിടെ വേറൊരാളുണ്ട്, ഒരു മുസൽമാൻ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ? കണ്ടിട്ട് മനസ്സിലായോ ഇയാളെ? കൊടയൊക്കെ കാണിച്ചിരിക്കുക. ഫ്രോഗാണ് കേട്ടോ. നല്ല നമ്മുടെ നാട്ടിൽ പണ്ട് പിടിച്ചുകൊണ്ടിരുന്ന, ഇപ്പം പിടിച്ചുകൂടാത്ത നമ്മുടെ നല്ല പച്ചത്തവളയുടെ കാലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മേടിച്ചുകൊണ്ട് പോയി ഫ്രൈ ചെയ്താലാ? വേണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടെ. നമുക്ക് വേറെ വല്ല ചിക്കനാണ് മേടിച്ചിട്ട് പോകാം. ഓക്കെ ഗായ്സ്, ബൈ ബൈ, സി യു.